കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITUവിൻ്റെ 19ാം സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമാകുന്നു. ജൂലൈ 25, 26, 27 തീയതികളിലായി ആലുവയിലാണ് സമ്മേളനം നടക്കുന്നത്. പതാക ജാഥ വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ചു. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ്റെ സംസ്ഥാന സമ്മേളനം ജൂലൈ 25, 26, 27 തീയതികളിൽ ആലുവ മഹാത്മാഗാന്ധി ടൗൺ ഹാളിൽ നടക്കും. സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള പതാക ജാഥ വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PA സാംസൺ ക്യാപ്റ്റനായുള്ള പതാക ജാഥ CITU ആലപ്പുഴ ജില്ലാ സെക്രട്ടറി P ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ PM സാംസൺ പതാക ഏറ്റുവാങ്ങി. CITU അടക്കമുള്ള രാജ്യത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ, VMS ഒഴികെയുള്ള ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ സംയുക്തമായി നടത്തിയ എണ്ണമറ്റ സമരത്തിന്റെ ഭാഗമായിട്ടാണ് രാജ്യത്ത് ഈ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി എന്ന തരത്തിൽ പ്രതിപക്ഷ നിരക്ക് ഒരു ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. ഉത്തർപ്രദേശ് തങ്ങളുടെ കുത്തകയാണെന്ന് അവകാശപ്പെട്ടിരുന്നു. മഹാരാഷ്ട്രയിലെ അവിടുത്തെ ഭരണം തന്നെ NCPയെ ദുർബലപ്പെടുത്തിക്കൊണ്ട് ഭിന്നിപ്പിച്ചുകൊണ്ട് അധികാരം പിടിച്ചവർക്ക് തിരിച്ചടിയായി. രാജസ്ഥാനിൽ തിരിച്ചടിയുണ്ടായി. അങ്ങനെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും BJPക്ക് വലിയ തിരിച്ചടിയുണ്ട്. 400 സീറ്റ് തങ്ങൾ നേടുമെന്നാണ് തെരഞ്ഞെടുപ്പിന് 6 മാസക്കാലത്തിന് മുമ്പ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായും ആവർത്തിച്ചു പ്രഖ്യാപിച്ചു. CITU അരൂർ ഏരിയ സെക്രട്ടറി PD രമേശൻ അധ്യക്ഷനായി. CPM വയലാർ ലോക്കൽ സെക്രട്ടറി UG ഉണ്ണി സ്വാഗതം പറഞ്ഞു. NGO യൂണിയൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി C സിലീഷ്, KG ബിന്ദു, രാജേഷ് R ചന്ദ്രൻ, രമ്യ, രാജിമോൾ, അയ്യപ്പൻ, BS ബെന്നി, സഹീർ തുടങ്ങിയവർ സംസാരിച്ചു. വിൻ മീഡിയ ചേർത്തല.